ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് AJ ഫ്രം ആർക്കിടെക്ട്സ്. സോ മെഡിക്കൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് മക്കളെ. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കുക. ഒന്ന്, എന്നാണ് കേരള റാങ്ക് ലിസ്റ്റ് വരിക? ഈ കൺഫ്യൂഷനിലാണ് നിങ്ങൾ. കേരള റാങ്ക് ലിസ്റ്റ് വന്നാൽ ഉടൻ തന്നെ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, എന്നാണ് കേരള അലോട്ട്മെന്റ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നിലവിൽ തന്നിരിക്കുന്ന സ്കെഡ്യൂൾ അനുസരിച്ച് കേരളയുടെ സ്റ്റേറ്റുകളുടെ സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓഗസ്റ്റ് 13-നാണ്. സോ കേരളത്തിന്റെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റ് ഓഗസ്റ്റ് 13 ആണ്. അപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് എന്താണ്? നിലവിൽ നമുക്ക് MBBSന്റെ BDSന്റെയും മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും കേരളത്തിലേക്കുള്ള MBBSന്റെയും BDSന്റെയും ആയുർവേദയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും ഒക്കെ കേരളത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് നീറ്റ് റിസൾട്ട് സിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2026 കാര്യമാണ് പറയുന്നത്. നോട്ടിഫിക്കേഷൻ വന്നത് 5-നാണ് അല്ലെ, ഓഗസ്റ്റ് 5 കൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് റിസൾട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഓഗസ്റ്റ് 10-നുള്ളിൽ തന്നെ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം 2025 നോക്കുകയാണെങ്കിൽ ഇത് റീനീറ്റ് എക്സാം ആണ് നടന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ടിനും എല്ലാത്തിനും ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ 25 നോക്കുകയാണെങ്കിൽ ജൂലൈ 16 കൂടിയാണ് മാർക്ക് സബ്മിഷൻ ഉള്ള മാർക്ക് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡേറ്റ് വന്നത്. ജൂലൈ 16 മുതൽ ജൂലൈ 21 വരെ ആയിരുന്നു ഈ ഒരു ഓൺലൈനായിട്ട് നീറ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 5 ദിവസങ്ങൾ അല്ലെ, 6, 7, 8, 9, 10. ഇവിടെ നോക്കുകയാണെങ്കിലോ 5 ഡേയ്സ്. സോ ഇതിന് 2 വർഷത്തിലും 5 ഡേയ്സ് ഗ്യാപ്പ് ആണ് വന്നിരിക്കുന്നത്. ഈ വർഷവും നമുക്കൊരു 5 ഡേയ്സ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും 5 ഡേയ്സ് ഗ്യാപ്പ് തന്നെയായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ആൻഡ് കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 21 കൂടി നീറ്റിന്റെ മാർക്ക് സബ്മിഷനുള്ള ആദ്യ നോട്ടിഫിക്കേഷൻ വന്നത്, അവസാന ടൈം വന്നത് 21-നാണ്. ആൻഡ് 25-ന് ജൂലൈ 25-ന് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 4 ദിവസം ഗ്യാപ്പിൽ അല്ലെ, 3 to 4 ഡേയ്സ് ഗ്യാപ്പിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, അതായത് കേരളയുടെ ആദ്യ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. റെഡി? ആൻഡ് 26 നോക്കുകയാണെങ്കിൽ, അപ്പൊ ഈ ഒരു ഡേറ്റ് പ്രകാരമാണെങ്കിൽ ഒരു ഓഗസ്റ്റ് 14-നാണ് എന്താണ് നമ്മുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, കേരള റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ അതിനെ പ്രൊവിഷണൽ എന്ന് വിളിച്ചത്? കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും പരാതികൾ, ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു 1 to 2 ഡേയ്സ് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ അറിയിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു 1 to 2 ഡേയ്സ് ഗ്യാപ്പ് കിട്ടും. ആ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 or 2 ഡേയ്സ് ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ വർഷം 28 കൂടി, ഓർമ്മയിൽ 28 ആണ്, 28 കൂടി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാത്തിനും ഒരു 2 to 3 ഡേയ്സിന്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ മാക്സിമം 4 ഡേയ്സിന്റെ ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. 16 മുതൽ 21 വരെ നീറ്റിന്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം, ഒരു 5 ഡേയ്സ് ഗ്യാപ്പ്. അതിനുശേഷം ഒരു 3 to 4 ഡേയ്സിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു, അതായത് മാർക്ക് സബ്മിറ്റ് ചെയ്ത് ഒരു 3 to 4 ഡേയ്സ് മാക്സിമം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇത്തവണ 10-ാം തീയതി ഓഗസ്റ്റ് 10 വരെയാണ് നമുക്ക് നീറ്റ് സബ്മിഷനുള്ള റിസൾട്ട് സബ്മിഷനുള്ള ടൈം. അങ്ങനെയാണെങ്കിൽ 14, എക്സാക്ട് 14 ഞാൻ പറയുന്നില്ല, 12 to 14, ഓഗസ്റ്റ് 12-നും ഓഗസ്റ്റ് 14-നും ഇടയിലായിട്ട് കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും. താൽക്കാലിക റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ആദ്യം വരിക. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഒരു 1 to 2 ഡേയ്സ് ഗ്യാപ്പ് ആ പരാതികൾ പരിഹരിക്കാൻ കാണും. അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും. ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 2 ഡേയ്സിനുള്ളിൽ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. മാക്സിമം 2 ഡേയ്സ് അല്ലെങ്കിൽ 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1 വീക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് വരാൻ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ്, കേരള റാങ്ക് ലിസ്റ്റ് വരികയാണ്. ഉടനെ തന്നെ അഡ്മിഷൻ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യാണ്. മാക്സിമം ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 12 to 13 ഡേയ്സിൽ നമ്മുടെ ആദ്യ അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിക്കും. അപ്പൊ ഈ ആദ്യ അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഓക്കെ,
ഒന്നാമത്തെ കാര്യം ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, കാരണം നമുക്ക് ആദ്യ അലോട്ട്മെന്റിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ചില ഡോക്യുമെന്റ്സ് കിട്ടാൻ ടൈം എടുക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന് വേണ്ട ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കേരളയ്ക്ക് എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കേരളയും ഓൾ ഇന്ത്യയും തമ്മിൽ മാറ്റമുള്ളത്, ആ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഡോക്യുമെന്റ്സിന് അഡ്മിഷൻ കിട്ടി, ആ ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഓട്ടം കണ്ടതുകൊണ്ടാണ് മിസ് പറയുന്നത് ഡോക്യുമെന്റ്സ് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും തയ്യാറാക്കി വെക്കുക. കാലാവധി കഴിഞ്ഞതാണോ, എത്ര നാൾ അതിൻ്റെ കാലാവധി ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് വെക്കുക. ഇതാണ് റെഡിയാക്കി വെക്കുക ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം ചൂസ് യുവർ കോഴ്സ്. നിങ്ങളുടെ കോഴ്സ് തിരഞ്ഞെടുക്കുക. അതായത് ഇപ്പോൾ MBBS ഉം BDS ഉം മാത്രമല്ല കേരള അലോട്ട്മെന്റിന്റെ അണ്ടറിൽ വരാൻ പോകുന്നത്. MBBS ഉണ്ട്, BDS ഉണ്ട്, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങി നിരവധി കോഴ്സുകളുണ്ട്. BSc ഫിഷറീസ്, BSc ഫോറസ്ട്രി തുടങ്ങിയ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ നിരവധിയാണ് കേരള അലോട്ട്മെന്റിലൂടെ വരാൻ പോകുന്നത്. ഇതിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? എനിക്ക് MBBS മാത്രം മതിയോ? ഓക്കെ, മതി. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പിക്ക് ചെയ്തെടുക്കുക. അല്ല, എനിക്ക് BSc ഫിഷറീസ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫോറസ്ട്രി ഓക്കെയാണ്, ഞാൻ ഫോറസ്ട്രിയിലേക്ക് പോവാണ്. സോ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടത് ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക മക്കളെ. ഞാൻ വീണ്ടും പറയാണ്, ഒരു 10 to 14 ഡേയ്സിനുള്ളിൽ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 10 ഡേയ്സിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വരും. മിനിമം ഒരു 14 ഡേയ്സ് പോലും, 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതെല്ലാം നടക്കും. അലോട്ട്മെന്റ് പ്രോസസ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കാം. അടുത്തത് മൂന്നാമത്തെ കാര്യം, പ്രയോറിറ്റി ലിസ്റ്റ്. ഇതിപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചോ. അട്ടർ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. ഏത് കോളേജ് ഒന്നാമത് വെക്കണം, MBBS, BDS, MBBS ഫസ്റ്റ് ഏതൊക്കെ വെക്കണം, MBBS ഗവൺമെന്റ് കഴിഞ്ഞിട്ട് സെൽഫ് ഫിനാൻസിങ് വെക്കണോ അതോ BDS വെക്കണോ? അട്ടർ കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ ഞാൻ വെക്കണോ? ഇത്രയധികം ഫീസുകളായിരിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വരുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഓരോ കോളേജിന്റെയും ഫീസ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യണം. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ വാർഷിക ഫീസ് ഉള്ള കോളേജുകളുണ്ട്, ട്യൂഷൻ ഫീസ്. ഓക്കെ, സ്പെഷ്യൽ ഫീ വേറെ ഉണ്ട്. അപ്പോൾ ഓരോ കോളേജുകളുടെയും ഹോസ്റ്റൽ ഫീ ആ കോളേജ് വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ കോളേജുകളുടെ ഫീസുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എനിക്ക് MBBS വേണോ, അതിൽ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് വേണോ, അതായത് പ്രൈവറ്റ് സെക്ടറിൽ എനിക്ക് പഠിക്കണോ, BDS ഏതൊക്കെ വേണം, ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം. ചില കോളേജുകളിൽ BDSന്റെ ആദ്യം അലോട്ട്മെന്റ് പ്രൈവറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞ് മസ്റ്റായിട്ട് നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേരളയുടെ അലോട്ട്മെന്റ്. കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയല്ല കേട്ടോ, പക്ഷെ ഇത് നമ്മൾ ഇപ്പോഴേ റെഡി ആക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് ആ സമയത്ത് കിടന്ന് ഓടാനൊന്നും പാടില്ല. എന്തായാലും നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ അത്രയും ടഫ് അല്ല ഈ കാര്യങ്ങളോ ഈ പ്രോസസ്സോ ഒന്നും. അത്രയും വരീഡ് ആവുമൊന്നും വേണ്ട. ഇപ്പോൾ ഒരു ഡോക്യുമെന്റ്, ഇപ്പം ചില ഡോക്യുമെന്റ് എന്താ വളരെ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. ചിലപ്പോൾ കോളേജിൽ സംസാരിച്ചാൽ ചില ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ്. അത് ഞാൻ ഡോക്യുമെന്റ്സിന്റെ വീഡിയോ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞു തരാം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വളരെ ഏർജന്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ചില ഡോക്യുമെന്റ് കോളേജിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്, അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ അവരെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും ടെൻഷൻ ഒന്നും വേണ്ട. ബട്ട് എന്ന് കരുതി നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് എടുക്കരുത്. പ്രയോറിറ്റി ലിസ്റ്റ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. MBBS ആണെങ്കിൽ ഏതൊക്കെ കോളേജുകൾ നിങ്ങൾക്ക് വേണ്ട ഓർഡറിൽ, നിങ്ങൾക്ക് ആദ്യം വേണ്ട കോളേജ്, സെക്കൻഡ് വേണ്ട കോളേജ്, പിന്നീട് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരമില്ല. ഇപ്പോൾ ഓൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ട് 2 പുതിയ ഓപ്ഷൻസ് കൊടുക്കാം, ഫ്രഷ് ആയിട്ടുള്ള ചോയ്സ് ആണ് കൊടുക്കുക. ബട്ട് കേരളയുടെ കേസ് അങ്ങനെയല്ല. പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ വരുന്നത് വരെ നിലവിൽ അങ്ങനെയാണ്. പുതിയ നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യൽ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വേണ്ട ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കൊരു ഫീസ് ഉണ്ട് അല്ലേ? ഗവൺമെന്റ് കോളേജുകളാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിലും ഒരു എമൗണ്ട് ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫീസ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. നമ്മുടെ ഫിനാൻസ് എത്രയാണോ നമുക്ക് വേണ്ട ഫീസ്, ആ ഫീസ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. കാരണം നമുക്ക് ആദ്യ അലോട്ട്മെന്റിൽ തന്നെ പെർമനന്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച സീറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഈ ഡോക്യുമെന്റ്സിനോടൊപ്പം നമ്മൾ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ ഫീസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, ഓക്കെ ആക്കി വെക്കുക. ഇതാണ് 4 കാര്യങ്ങൾ. ഒന്ന്, ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കുക. ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക.
കറക്റ്റായിട്ടും. അതിൽ ഒരു തെറ്റും വരാൻ പാടില്ല, ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. നമ്മുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട, ഓ എൻ്റെ നീറ്റ് സ്കോർ ഇച്ചിരി താഴ്ന്നു പോയി, എനിക്ക് ഈ കോഴ്സ് എന്നാൽ എനിക്കിത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, ഈ കോഴ്സ് എടുക്കാം, അങ്ങനെ ഒരിക്കലും കരുതരുത്. നമുക്ക് വേണ്ട നമ്മുടെ കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ പകുതിയാണ്. മീൻസ് നമ്മുടെ ഹാപ്പിനെസ് തീരുമാനിക്കുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്ന കാര്യമാണ്. സോ വൈസായിട്ട് ചൂസ് ചെയ്യുക, നമുക്ക് വേണ്ട കോഴ്സ് മാത്രം ഓപ്റ്റ് ചെയ്യുക. അടുത്തത് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ഓപ്ഷൻസ് ഫിൽ ചെയ്യുക. ഒരു 14 ഡേയ്സ് കഴിഞ്ഞാൽ ഇത് വരും, അപ്പോഴത്തേക്ക് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അടുത്തത് ഫിനാൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീസ്, പ്രൈവറ്റ് കോളേജുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീസ് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. എത്രയും വേഗം നീറ്റ് സ്കോർ സബ്മിറ്റ് ചെയ്യാത്ത ആളുകൾ സബ്മിറ്റ് ചെയ്യുക. അത് കറക്റ്റായിട്ട് ആ ഡേറ്റ വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ആ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ തന്നെ എത്രയും വേഗം അത് കംപ്ലീറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.